വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി 3 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. കോട്ടയം ചിങ്ങവനം സ്വദേശികളായ ആലീസ് തോമസ്, ചിന്നമ്മ, ഏഞ്ചൽ എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 7 മണിയോടെയാണ് അപകടം. കള്ളാറിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അർച്ചന രവീന്ദ്രൻ ചേരും വിവരങ്ങളുമായി. അർച്ചന, എപ്പോഴായിരുന്നു അപകടം? ഏത് ട്രെയിനാണ് ഇടിച്ചത്? അശ്രദ്ധ മൂലം സംഭവിച്ചതാണോ ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം? വിനീത, ഇന്ന് 7:20 സംഭവം ഉണ്ടായത്. 3 സ്ത്രീകളടങ്ങുന്ന ഒരു സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽ ട്രെയിനിന്റെ പാളം മുറിച്ചു കടക്കുന്നതിനിടെ അപകടത്തിൽ മരിച്ചത്. ഇവരെല്ലാവരും കോട്ടയം ചിങ്ങവരം സ്വദേശികളാണ്. ആലീസ് തോമസ് 63 വയസ്സ്, ചിന്നമ്മ 68 വയസ്സ്, അതുപോലെ ഏഞ്ചൽ 30 വയസ്സ് എന്നിവരാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചത്. ഇവർ മൂവരും ഒരു കല്യാണ ചടങ്ങിന് വന്നതായിരുന്നു. കാസർഗോട്ടെ ഈ കള്ളാറിലുണ്ടായിരുന്ന ഒരു കല്യാണ ചടങ്ങിലേക്ക് വന്നതായിരുന്നു. 50 പേരടങ്ങുന്ന സംഘമായിരുന്നു രാവിലെയോടെ കാസർഗോഡേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർ കോട്ടയത്തേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ മൂവരും ആ സമയത്ത് തന്നെ അപകടത്തിൽ മരിച്ച വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നതും. ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തും. തുടർന്ന് അവർ നാട്ടിലേക്ക്, അതായത് കോട്ടയത്തെ ചിങ്ങവരം വീട്ടിലേക്ക് അടക്കമുള്ളത് ഇന്ന് രാത്രിയോടെ അവർ തിരിക്കുമെന്നാണ് നമുക്ക് ലഭിച്ച പ്രാഥമിക വിവരം. എന്തായാലും 50 പേരടങ്ങുന്ന സംഘത്തിലുള്ള കുറച്ച് പേര് ഇപ്പോൾ ഈ കാസർഗോഡുണ്ട്. അവരടക്കമുള്ള സംഘം ഇപ്പോൾ ആശുപത്രിയിൽ എത്തുമെന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കാഞ്ഞങ്ങാട് ഈ ഒരു ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിൻ അത്യാവശ്യം നല്ല വേഗതയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് കണ്ടുനിന്ന ആളുകളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ അവർക്ക് അബദ്ധത്തിൽ ഒരു പാളം തെറ്റുന്നതിനിടെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളതും. വിനീത. ശരി, അർച്ചന രവീന്ദ്രനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചത്. 3 സ്ത്രീകളാണ് ട്രെയിൻ തട്ടി മരിച്ചിരിക്കുന്നത്.